മുരുകൻ ചേട്ടാ, എന്തായി കാര്യങ്ങൾ? ആകാശ് ചോദിച്ചു. ആദി പറഞ്ഞു എല്ലാം അറിയാം, എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചതാണ് അവൻ. അവരെ സ്കെച്ച് ചെയ്തു. ഇന്ന് രാത്രിയാണ് അവർ പാറുമോളെ കൊല്ലാൻ പ്ലാൻ ചെയ്തത്. അവർ താമസിക്കുന്ന ഹോട്ടലിൽ ഞാൻ ക്ലീനിങ് സ്റ്റാഫായി ഡ്യൂട്ടിക്ക് കയറിയിരുന്നു. അങ്ങനെയാണ് ആദിമോൻ തന്ന ഡിവൈസ് ഞാൻ അവരുടെ റൂമിൽ പെട്ടെന്ന് കാണാത്ത വിധത്തിൽ വെച്ചത്. ബാക്കി ആദിമോനറിയാം. എന്നോട് അവർ ഒരു ടാക്സി ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞിട്ട് കാശും തന്നു. ഞാൻ തന്നെയാണ് കാറുമായി പോകുന്നത്. അവരെ കൂട്ടി നേരെ ഇങ്ങോട്ട് വരാം. ബാക്കി മോൻ ചെയ്തോ, മുരുകൻ പറഞ്ഞു. ഓക്കെ, അവരുടെ മുന്നിൽ പാറുവിനെയും കൂട്ടി കാറിൽ ഞാനുണ്ടാകും. അവർക്ക് ഞാൻ ഇരയായി പാറുവിനെ ഇട്ടുകൊടുക്കും. നേരെ ഇങ്ങോട്ടേക്ക്, ആദി പറഞ്ഞു. ആകാശ് തലയാട്ടി. ആകാശ് കാറിൽ നിന്ന് വരുമ്പോൾ വാങ്ങിയ പാഴ്സലും മിനറൽ വാട്ടറും മുരുകന് കൈമാറി. അയാൾ ഭവ്യതയോടെ അത് വാങ്ങി കൈ കഴുകി കഴിക്കാൻ ആരംഭിച്ചു. ആദി തിരിച്ച് അവൻ്റെ ഓഫീസിലേക്ക് പോയി. ആകാശ് നിത്യയുടെ വീട്ടിലേക്കും. അവനെ കണ്ടു സൂരജും വിശ്വനും ഇറങ്ങി വന്നു. എന്തായി? സൂരജ് ചോദിച്ചു. സെറ്റ്, അവൻ തള്ളവിരൽ ഉയർത്തി കാണിച്ചു. സൂരജിൻ്റെ ഉള്ളിലും പകയിരിഞ്ഞു. രാത്രി 8 മണിയോടെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ഞണ്ട് ഫ്രൈ ഉണ്ടായിരുന്നു. നിത്യ അത് വിശ്വനും മാലതിക്കും വിളമ്പി കൊടുത്തു. പിന്നീട് പാത്രം ആകാശിൻ്റെ അരികിലേക്ക് നീക്കിവെച്ചു. ലക്ഷ്മി അത് ആകാശിന് വിളമ്പി കൊടുത്തു. അവൻ അത് നിരസിച്ചു. എന്നിട്ടും ലക്ഷ്മി കൂടുതൽ വിളമ്പി കൊടുത്തു. അവൻ ഒന്നും മിണ്ടാതെ, ആരെയും നോക്കാതെ തല കുമ്പിട്ടിരുന്ന് അത് കഴിച്ചു തീർത്തു. നിത്യയ്ക്ക് സൂരജാണ് ഞണ്ട് അതിൻ്റെ ഷെല്ലിൽ നിന്നും ഇറച്ചി വേർപെടുത്തി കൊടുക്കുന്നത്. അത് എന്നും അയാളുടെ ജോലിയാണ്. അതുകൊണ്ടാണ് സൂരജ് ഞണ്ട് പിടിക്കാൻ നിത്യയെ സമ്മതിക്കാത്തത്. ഇതിന് ക്ഷമ കൂടുതൽ ആവശ്യമുള്ള ജോലിയാണ്. അവസാനം നിത്യ ഫുഡ് മതിയാക്കി ഏമ്പക്കം വിട്ട് എഴുന്നേറ്റ് കൈ കഴുകി. ആകാശം വേഗം ഭക്ഷണം കഴിച്ചു സൂരജിനെ നോക്കി. അയാളും വേഗം ഭക്ഷണം വാരി കഴിച്ചു. 8:10 ഇപ്പോൾ തന്നെ സമയം വൈകി. ആകാശം സൂരജും വിശ്വനെ നോക്കിയപ്പോൾ അയാൾ തല കുലുക്കി. ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം. എനിക്ക് ഒരു അർജൻറ്റ് മാറ്ററുണ്ട്. ഈ രാത്രി ഒറ്റയ്ക്ക് ഡ്രൈവ് കഴിയില്ല. ചിലപ്പോൾ ഉറങ്ങിപ്പോയിന്നും വരും. അതുകൊണ്ട് സംസാരിച്ചിരിക്കാൻ ഞാൻ അക്കുനെയും കൂടെ കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ വരാൻ കുറച്ച് താമസിക്കും. ലക്ഷ്മിയും മാലതിയും തലകുലുക്കി. ആകാശ് ആദിയെ കണ്ടു. തിരിച്ചു വരുമ്പോൾ വാങ്ങിയ ബ്ലാക്ക് പാൻറ്റും ഷർട്ടുമാണ് ധരിച്ചത്. ബ്ലാക്ക് സോക്സും ബൂട്ടും കാലിലിട്ടു. കറുപ്പ് മാസ്ക് പോക്കറ്റിലും വെച്ചു. സൂരജ് അതുപോലെ തന്നെ വേഷം ധരിച്ചു. നിത്യ ആ ഭാഗത്തേക്ക് നോക്കിയതേയില്ല. ആകാശ് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തിറങ്ങി. പിന്നാലെ കാറിൻ്റെ കീ എടുത്ത് സൂരജും. സൂരജിൻ്റെ ബ്ലാക്ക് ഇന്നോവ ക്രിസ്റ്റയിലാണ് പോകുന്നത്. ആകാശ് ഡ്രൈവിംഗ് സീറ്റിൽ കയറി. സൂരജ് കോ ഡ്രൈവിംഗ് സീറ്റിലും. ആകാശ് വണ്ടി എടുത്തു പരമാവധി വേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് ഓടിച്ചു. രാത്രി ആയതുകൊണ്ട് തന്നെ റോഡിൽ ട്രാഫിക് കുറവായിരുന്നു. ആദി 7 മണിയോടെ മൂർത്തിയെ കാണാൻ പോയി. കുറച്ചു നേരം നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നെ ആദി കാര്യത്തിലേക്ക് കടന്നു. അച്ഛാ, ഞാനൊന്ന് പാറുവിനെ നൈറ്റ് ഡ്രൈവിന് കൊണ്ടുപോയിക്കോട്ടെ. ഇപ്പോൾ ആരുടെയും ഉപദ്രവം ഒന്നുമില്ലല്ലോ. മാത്രമല്ല കൈലാസും കിഷോറും US തിരിച്ചു പോയിന്നാ ഞാൻ അറിഞ്ഞത്. അവളെ ഞാൻ നോക്കിക്കോളാം. ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചെത്തിക്കാം. എനിക്ക് അവളെ പുറത്തു കൊണ്ടുപോകാൻ ഒരാഗ്രഹം. ആദി മൂർത്തിയോട് സമ്മതം ചോദിച്ചു. മൂർത്തി അപ്പോൾ തന്നെ സമ്മതിച്ചു. അവൾ വീടും ഓഫീസും വീടുമായി ആകെ ബോറടിച്ചിരിക്കുകയാണ്. നീ അവളെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി റിലാക്സ് ആക്കി കൊണ്ടുപോര്. അത് കേട്ടതും ആദി പാറുവിനെ നോക്കി. അവൾ പോയി വേഷം മാറി വന്നു. ആദി തൻ്റെ കാറിൽ അവളെ കയറ്റി. കൈലാസും കിഷോറും താമസിക്കുന്ന ഹോട്ടൽ നിൽക്കുന്ന റൂട്ടിലേക്ക് വണ്ടി വിട്ടു. 7:50 ആയപ്പോഴേക്കും ആദ്യ സ്ഥലത്തെത്തി. തങ്ങൾ എത്തിയതായി മുരുകന് സിഗ്നലും നൽകി. മുരുകൻ കാറുമായി ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. 8 മണിയായപ്പോൾ കൈലാസും കിഷോറും ഹോട്ടൽ ബില്ലടച്ച് ചെക്കൗട്ട് ചെയ്തു തങ്ങളുടെ ലഗേജുമായി പുറത്തിറങ്ങി. ആ സമയം ആദി പാറുവിനെയും കൂട്ടി ഹോട്ടലിൻ്റെ സൈഡിലുള്ള ജ്യൂസ് കടയിലേക്ക് കയറി. ഒരു റോയൽ ഫലൂദ പാഴ്സൽ വാങ്ങി. നിന്നെ എല്ലാവരും നോക്കുന്നു. വലിയ കമ്പനിയുടെ CEO അല്ലേ? വാ, കാറിലിരുന്ന് കഴിക്കാം. ആദി അവളെയും കൂട്ടി കൈലാസിൻ്റെയും കിഷോറിൻ്റെയും മുന്നിലൂടെ കാറിൽ ചെന്ന് കയറി. അവർ പാറുവിനെ വ്യക്തമായി കണ്ടിരുന്നു.
അത് മുരുകൻ ആദിക്ക് മെസ്സേജ് അയച്ചു. ആദി പുഞ്ചിരിച്ചുകൊണ്ട് കാർ മുന്നോട്ടെടുത്തു. വളരെ പതിയെ. കിഷോറും കൈലാസും ഓടിവന്നു കാറിൽ കയറി മുരുകനോട് കൽപ്പിച്ചു, ആ കാറിനെ ഫോളോ ചെയ്യ്. മുരുകൻ തൻ്റെ സന്തോഷം പുറത്തു കാണിക്കാതെ തല കുലുക്കിക്കൊണ്ട് കാർ മുന്നോട്ടെടുത്തു. അത് ആദി റിയർ വ്യൂ മിറ്റിലൂടെ കണ്ടിരുന്നു. അവൻ കാറിൻ്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരുന്നു. മുരുകനും സ്പീഡ് കൂട്ടി. ആ സമയം മുരുകൻ മാസ്ക് ധരിച്ചുകൊണ്ട് കൈലാസും കിഷോറും കാണാതെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തു പിന്നിലേക്ക് പതിയെ അടിച്ചു. കാറിൻ്റെ ഡോർ ഗ്ലാസുകൾ എല്ലാം ഉയർത്തി വച്ചിരുന്നു. മാത്രവുമല്ല, കൈലാസിൻ്റെയും കിഷോറിൻ്റെയും പൂർണ്ണ ശ്രദ്ധ മുന്നിലെ കാറിലായതിനാൽ അവരത് ശ്രദ്ധിച്ചതുപോലുമില്ല. 2 മിനിറ്റ് കൊണ്ട് കൈലാസും കിഷോറും ബോധം നഷ്ടപ്പെട്ട് സീറ്റിലേക്ക് മറിഞ്ഞു. മുരുകൻ കാർ സൈഡാക്കി. പിന്നെ ആദി കൊടുത്ത ക്ലോറോഫോം അടങ്ങിയ കോട്ടൺ മുരുകൻ അവരുടെ മൂക്കിന് അടുത്ത് വെച്ചു. അവർ പൂർണ്ണമായി മയങ്ങി. മുരുകൻ ആദിക്ക് വിളിച്ച് വിവരം പറഞ്ഞു. ആദി അപ്പോൾ തന്നെ പാറുവിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടു. എനിക്ക് ഇന്നൊരു അർജൻറ്റ് കാര്യമുണ്ട്. നമുക്ക് നാളെ ഔട്ടിങ്ങിന് പോവാം. പാറു തലയാട്ടി. അവൾ അകത്തു കയറി വാതിലടച്ചു. ആദി കാർ തിരിച്ചു പറപ്പിച്ചു വിട്ടു പഴയ കെട്ടിടത്തിലേക്ക്. അവനവിടെ എത്തുമ്പോൾ മുരുകൻ കൈലാസിൻ്റെയും കിഷോറിൻ്റെയും കയ്യും കാലും നൈലോൺ നൂൽ കട്ടിയിൽ പിരിച്ചു കെട്ടിയിട്ടിട്ടുണ്ട്. അവർക്ക് അപ്പോഴും ബോധം വന്നിരുന്നില്ല. ആകാശും സൂരജും എത്തിയിരുന്നു. സൂരജിനെ കണ്ടു ആദി ഒന്ന് പകച്ചു. സാർ, അത് ഞങ്ങൾ... അവന് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. അവൻ പകച്ചു ആകാശിനെ നോക്കി. അവൻ പ്രശ്നമൊന്നും ഇല്ലെന്ന് കണ്ണടച്ചു കാണിച്ചു. കൂൾ മാൻ, ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഞാൻ വന്നത് എനിക്കും പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ്. എൻ്റെ മോൾക്ക് വേണ്ടി. ഇവർ നശിപ്പിച്ച എത്രയോ പെൺകുട്ടികൾക്ക് വേണ്ടി. പിന്നെ ഞാൻ ഇവരെ പറ്റി അന്വേഷിച്ചിരുന്നു. US-ലെ അണ്ടർവേൾഡ് കിങ്ങാണ് ഇവർ രണ്ടുപേരും. മെയിൻ ഡ്രഗ്സ് ഡീലർമാർ. അവിടുത്തെ പോലീസിൻ്റെ ബ്ലാക്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ ഇവരാണ്. ഇവർക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ ഒന്നും സംഭവിക്കാനില്ല. ഈ ഭൂമി പെടട്ടേടോ. പുതിയ തലമുറയ്ക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യാം നമുക്ക്. സൂരജ് അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. ആദിക്ക് സമാധാനമായി. അവർ സമയം കളയാതെ ആകാശിൻ്റെയും കൈലാസിൻ്റെയും അടുത്തേക്ക് ചെന്നു. അച്ഛാ, മോളെ ഉപദ്രവിച്ചതിന് അച്ഛന് കൊടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. ഞാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല, ആകാശ് സൂരജിനോട് പറഞ്ഞു. അയാൾ കൈലാസിൻ്റെ അടുത്ത് ചെന്ന് കാരണം നോക്കി ഉള്ള ശക്തി മുഴുവൻ കയ്യിലേക്ക് ആവാഹിച്ചു 2 എണ്ണം കൊടുത്തു. കൈലാസിനു കവിൾ പൊളിഞ്ഞു പോകുന്ന പോലെ നീറ്റലെടുത്തു. കണ്ണിൽ നിന്ന് പൊന്നീച്ച പാറി. ചെവിയിൽ കുറച്ചു നേരത്തേക്ക് മൂളക്കം കേട്ടു. ഇനി നീ തുടങ്ങിക്കോ മോനെ, ഞാൻ കണ്ടിരിക്കാം. സൂരജ് മാറിക്കൊടുത്തു. ആദി, എൻ്റെ ഭാര്യയെ തൊട്ട ഈ ഡാഷ് മോനെ ഞാൻ നോക്കിക്കോളാം. നീ മറ്റവനെ നോക്ക്, ആകാശ് പറഞ്ഞു. നമുക്ക് അധികം സമയമില്ല, അത് ഓർമ്മ വേണം. വീട്ടിൽ സംശയം തോന്നരുത്, സൂരജ് പറഞ്ഞു. ആകാശ് സമ്മതിച്ചു. മുരുകൻ കെട്ടിടത്തിൻ്റെ പിന്നിലെ ഉപയോഗിക്കാത്ത കിണറ്റിൽ നിന്ന് വൃത്തിഹീനമായ വെള്ളം എടുത്തു വച്ചിരുന്നു. അതിൽ 1 കിലോയോളം മുളക് പൊടി ഇട്ടു. ഒരു കോലുകൊണ്ടിളക്കി യോജിപ്പിച്ചു. ആ വെള്ളം കൈലാസിൻ്റെയും കിഷോറിൻ്റെയും മുഖത്തും ശരീരത്തിലും ഒഴിച്ചു. മൂക്കിൽ മുളക് വെള്ളം കയറിയ അവർ ചുമച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ നോക്കി. കെട്ടിയിട്ടിരിക്കുന്നതിനാൽ അവർക്കതിന് കഴിഞ്ഞില്ല. അവർക്ക് ആകെ നീറ്റൽ എടുക്കുന്നുണ്ടായിരുന്നു. കണ്ണ് നീറിയിട്ട് തുറക്കാൻ പോലും വയ്യ. ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ കെട്ടഴിക്കടാ, എന്നിട്ട് നേരിട്ട് വാ. കിഷോർ ദേഷ്യം കൊണ്ടലറി. മുരുകൻ ആയുധങ്ങൾ വെച്ച ട്രോളി തള്ളിക്കൊണ്ട് വന്നു. ആകാശ് അതിൽ നിന്ന് ഒരു ഇരുതല മൂർച്ചയുള്ള അറ്റം കൂർത്ത ഒരു വാൾ എടുത്തു. ആദ്യം കൈലാസിൻ്റെ കൈക്ക് ഒറ്റ വെട്ട്. അവൻ്റെ 2 കൈപ്പത്തിയും കെട്ടോടുകൂടി താഴെ കിടന്നു. പ്രാണൻ പോകുന്ന വേദനയിൽ കൈലാസ് അലറി വിളിച്ചു. അതുകണ്ട് കിഷോറിന് കോപം അടക്കാൻ കഴിഞ്ഞില്ല. ഒരാളെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്നത് അത്ര വലിയ ആണത്തമൊന്നുമല്ല. ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ കെട്ടഴിച്ച് നേരിട്ട് വാടാ, കിഷോർ വെല്ലുവിളിച്ചു. ആദി കൂളായി അവൻ്റെ കൈയിലെയും കാലിലെയും കെട്ട് വെട്ടിമാറ്റി. എന്നിട്ട് കിഷോറിനെ തന്നെ ഇമ വെട്ടാതെ നോക്കി നിന്നു. അവൻ്റെ മൂവ്മെൻറ്റ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അടുത്ത നിമിഷം മിന്നൽ വേഗത്തിൽ കിഷോറിൻ്റെ കാൽ ആദിക്കു നേരെ ഉയർന്നു താണു. ആദി അതിനേക്കാൾ വേഗത്തിൽ വെട്ടിയൊഴിഞ്ഞു. കിഷോറിന് കണ്ണു നീറിയിട്ട് ശരിക്കും തുറക്കാൻ പോലും കഴിയുന്നില്ല.
അവൻ പെട്ടെന്ന് ക്ഷീണിച്ചു. പിന്നെ ആദിയുടെ ഊഴമായിരുന്നു. ആദിയുടെ പഞ്ച് തടുക്കാൻ കിഷോറിന് കഴിഞ്ഞില്ല. അവൻ്റെ മൂക്ക് ചതഞ്ഞു, മുഖം കൂടി, കണ്ണ് നീരുവെച്ച് തുറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി. ചുണ്ട് ചതഞ്ഞു. മുന്നിലെ 2-3 പല്ല് താഴെ നിലത്ത് കിടന്നു. ചെവിയിൽ ഒരു മൂളക്കം മാത്രമായിരുന്നു. അവസാനം ആകാശ് ആദിയെ പിടിച്ചു മാറ്റി. ആദിക്ക് അപ്പോഴും ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. അവൻ ട്രോളിയിൽ നിന്ന് ഒരു നീണ്ട വാളെടുത്ത് കിഷോറിൻ്റെ കൈകൾ വെട്ടിമാറ്റി. ഒരു കാലും വെട്ടി. കിഷോറിൻ്റെ ഡ്രസ് വാളുകൊണ്ട് നീക്കം ചെയ്തു. അപ്പോഴൊക്കെ കിഷോറിൻ്റെ ശരീരത്തിൽ പോറലുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. കിഷോർ അലറി വിളിച്ചു. മുരുകൻ കുറച്ച് കോട്ടൺ എടുത്ത് അവൻ്റെ വായിലേക്ക് തള്ളിക്കയറ്റി. കിഷോർ നിലത്ത് കിടന്നു ഒരു പുഴുവിനെ പോലെ ചുരുണ്ടു. ആദി അവൻ്റെ അരക്കെട്ടിൽ വാൾ താഴ്ത്തി മുറിച്ചു മാറ്റി. കിഷോറിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വലിയ തോതിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ആകാശ് കൈലാസിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ കയ്യിൽ വാളുമുണ്ടായിരുന്നു. സമയമില്ലാത്തതുകൊണ്ടാ, പെട്ടെന്ന് തീർത്തു തരാം, ഒന്നും തോന്നല്ലേ. കൈലാസ് നീറുന്ന കണ്ണുയർത്തി ദയനീയമായി ആകാശിനെ നോക്കി. ഈ വാങ്ങിച്ചു കൂട്ടുന്നത് എന്തിനാണെന്ന് അറിയോ? ഇല്ല, ഞാൻ പറഞ്ഞു തരാം. അവൻ വാൾ കറക്കിക്കൊണ്ട് സൂരജിനെ മുന്നോട്ട് കൊണ്ടുവന്നു. ഇദ്ദേഹത്തിൻ്റെ മോളെ അറിയോ? ഒരു നിത്യ, നീ അന്ന് കിഡ്നാപ്പ് ചെയ്ത, നശിപ്പിക്കാൻ നോക്കിയ ആ സുന്ദരി കുട്ടി. ആ, അവളെൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയെ തൊട്ട നിന്നെ ഞാൻ എന്തു ചെയ്യണം? വെറുതെ വിടണോ? എൻ്റെ ഭാര്യയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എനിക്ക് കഴിയോ അതിന്? കൈലാസ് ആ വേദനയിലും ഞെട്ടിപ്പോയി. ഇനി തനിക്ക് രക്ഷയില്ലെന്ന് അവന് മനസ്സിലായി. ആകാശ് അവൻ്റെ അരക്കെട്ടിൽ വാൾ താഴ്ത്തി വലിച്ചൂരി പിന്നെയും കുത്തി. രക്തം വാർന്നൊഴുകി. കൈലാസിന് ബോധം നഷ്ടപ്പെട്ടു. ആകാശ് സമയം കളയാതെ അവൻ്റെ നെഞ്ചിൽ വാൾ കുത്തിയിറക്കി. ഒന്ന് പിടഞ്ഞുകൊണ്ട് കൈലാസ് നിശ്ചലമായി. മുരുകൻ അവനെ എടുത്തു വെട്ടിയിട്ട ഒരു കുഴിയിലേക്കിട്ടു. അവനിൽ നിന്ന് മുറിച്ച് മാറ്റിയ കൈപ്പത്തിയും മറ്റും എടുത്ത് കുഴിയിലേക്കിട്ടു. ഒരു കന്നാസ് പെട്രോൾ എടുത്ത് കൊണ്ടുവച്ചു. പിന്നെ അവൻ്റെ ലഗേജും എടുത്ത് കുഴിയിലിട്ടു. അതുപോലെ കിഷോറിനെയും ചെയ്തു. രണ്ടുപേരെയും അവരുടെ ലഗേജും പെട്രോളിൽ കുതിർത്തു. ആദിയും ആകാശും സൂരജും പുറത്തേക്കിറങ്ങി. മുരുകൻ പുറത്ത് ഇറങ്ങി ഒരു ഓലച്ചൂട്ട് കത്തിച്ചു കുഴിയിലേക്ക് എറിഞ്ഞു. തീ ആളിപ്പടർന്നു. സൂരജ് ദീർഘമായി ഒന്ന് ശ്വാസം വിട്ടു. അപ്പോഴേക്കും സമയം പുലർച്ചെ 4 മണിയോട് അടുത്തിരുന്നു. തിരിച്ചു വരുമ്പോൾ സൂരജാണ് ഡ്രൈവ് ചെയ്തത്. കാരണം ആകാശിൻ്റെ കയ്യിലും ദേഹത്തും രക്തം തെറിച്ചിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ആകാശ് പറഞ്ഞു, അച്ഛാ, എൻ്റെ ദേഹത്ത് ബ്ലഡാണ്. ഞാൻ പുഴയിൽ കുളിക്കാൻ പോകുക. എനിക്കൊരു തോർത്ത് കൊണ്ടുതരുമോ? നീ കുളിച്ചോട മോനെ, തോർത്ത് ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. അപ്പോഴേക്കും വിശ്വൻ വാതിൽ തുറന്നിരുന്നു. അയാളെ കണ്ടു സൂരജ് പറഞ്ഞു, ഫിനിഷ്. വിശ്വന് സമാധാനമായി. സൂരജ് അകത്തേക്ക് പോയി. നിത്യ ചുരുണ്ടുകൂടി ഉറങ്ങുന്നത് കണ്ടു. കൂടുതൽ ആലോചിക്കാതെ സൂരജ് ശബ്ദമുണ്ടാക്കാതെ അലമാര തുറന്നു ആകാശിൻ്റെ ഡ്രസ്സ് എടുത്തു തോർത്തു. ആകാശ് പുറത്ത് ബാത്റൂമിൽ നിന്ന് സോപ്പ് എടുത്ത് പുഴയിലിറങ്ങി വിസ്തരിച്ചൊന്ന് കുളിച്ചു. അപ്പോഴേക്കും ഡ്രസ്സും തോർത്തുമായി സൂരജ് എത്തി. അവൻ തല തോർത്തി ഡ്രസ്സ് മാറ്റി സൂരജിനൊപ്പം അകത്ത് കയറി. സൂരജ് വാതിലടച്ചു ലോക്ക് ചെയ്തു. അച്ഛാ, ഞാൻ ഉറങ്ങാൻ പോകുക. എന്നെ വിളിക്കരുതെന്ന് അമ്മയോട് പറയണം. എനിക്ക് ഉറക്കം വന്നു, കണ്ണു വേദനിക്കുന്നു. സൂരജ് സമ്മതിച്ചു. അയാൾ റൂമിലെത്തുമ്പോൾ ലക്ഷ്മി കണ്ണു തുറന്നു കിടക്കുകയായിരുന്നു. സൂരജ് ഡ്രസ്സ് മാറ്റി കിടക്കാൻ നോക്കിയപ്പോൾ ലക്ഷ്മി തടഞ്ഞു. അവിടെ ഒന്ന് നിന്നേ. അയാൾ ദീർഘമായി ശ്വാസം വലിച്ചു വിട്ടു തിരിഞ്ഞു നിന്നു. ലക്ഷ്മി അയാളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് സൂരജിനെ ഒന്ന് മണത്തു നോക്കി. എന്നിട്ട് മുഖം ചുളിച്ചു. ഇന്ന് നിങ്ങൾ ആരെ കൊല്ലാൻ പോയതാ മനുഷ്യ? സത്യം പറഞ്ഞോണം. ലക്ഷ്മി കണ്ണുരുട്ടി. എടീ, ഞാനാരെ കൊല്ലാൻ? അയാൾ കൈമലർത്തി. എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തേ. അവർ സൂരജിൻ്റെ കൈയെടുത്ത് സ്വന്തം തലയിൽ വെച്ചു. ഞാൻ ആരെയും കൊന്നിട്ടില്ല. 2 അടി കൊടുത്തു, അത്രമാത്രം. സൂരജ് സത്യം പറഞ്ഞു. നിങ്ങളുടെ മരുമോനോ? ലക്ഷ്മി ചോദിച്ചു. അപ്പോഴും സൂരജിൻ്റെ കൈ അവരുടെ തലയിൽ തന്നെയായിരുന്നു. അയാൾ കൈ എടുക്കാൻ നോക്കിയിട്ട് അവർ സമ്മതിച്ചില്ല. പറ മനുഷ്യ. സൂരജ് ബലമില്ലാതെ മൂളി.
എന്താന്ന് അവർ ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചു. കൊന്നൂന്ന് സൂരജ് പറഞ്ഞു. ആരെ? അവരുടെ കണ്ണു തുറിച്ചു. നിന്റെ മോളെ നശിപ്പിച്ചവനെ, സൂരജ് പറഞ്ഞു. അവർക്ക് ആദ്യം അത് മനസ്സിലായില്ല. നിന്റെ മോളെ, അവൻ്റെ ഭാര്യയെ തൊട്ടവനെ അവൻ കൊന്നു, ഇഞ്ചിഞ്ചായി നരകിപ്പിച്ച്. ഞാൻ അത് കണ്ടു നിന്നു സന്തോഷത്തോടെ, സൂരജ് ആവശ്യത്തോടെ പറഞ്ഞു. ലക്ഷ്മി തലയിൽ കൈവച്ചു. എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? എന്തു കുഴപ്പം? ഒന്നും ഉണ്ടാവില്ല. അവരെ ഞാൻ രക്ഷിക്കും. അല്ലെങ്കിലും തെളിവൊന്നുമില്ല, സൂരജ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നിങ്ങൾക്ക് പറ്റിയ ഒരു മരുമോനെയാ കിട്ടിയത്. എൻ്റെ സമാധാനം പോയല്ലോ ഭഗവാനെ. അവർ തലയിൽ കൈ വെച്ചു. നീ ഇനി ഇത് എല്ലാവരെയും അറിയിക്കേണ്ട. അവൻ ജയിലിൽ പോയാൽ നിന്റെ മോള് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും, സൂരജ് പറഞ്ഞു. ലക്ഷ്മി ദയനീയ ഭാവത്തിൽ സൂരജിനെ നോക്കി. പിന്നെ ഞാൻ ഉറങ്ങാൻ പോവാ, കണ്ണു വേദനിക്കുന്നു. അവനെയും വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവർ മൂളി. സൂരജ് കട്ടിലിലേക്ക് കിടന്നു കണ്ണടച്ചു.